പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായി സ്വാഗതം. പുതിയ കൊല്ലമാണ് 2026 ജനുവരി 1. എല്ലാവർക്കും എല്ലാം നല്ലതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം സർവമായ എന്ന നിവിൻ പോളി ചിത്രം അഖിൽ ഫത്തീഹ് സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകൻ, അജു വർഗീസ് നിവിൻ പോളി കോംബോ ഒന്നിച്ച ചിത്രം എല്ലാം കൊണ്ടും മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന ചിത്രം. ഇന്നലെ ബുധനാഴ്ച ദിവസം ഇതിൻ്റെ കളക്ഷൻ, കേരള കളക്ഷൻ എന്ന് പറയുന്ന 3.5 കോടി രൂപ കളക്ട് ചെയ്തു. ബുധനാഴ്ച ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ 3.5 കോടി എത്തുക എന്ന് പറയുന്നത് ആ ചിത്രത്തെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ ഘടകം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരങ്ങളിലെല്ലാം എല്ലാവരും തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കളക്ഷന് ചെറിയ ഇടിവ് നേരിട്ടത്. എന്നാലും 3.5 കോടി രൂപ ഈ ചിത്രത്തെ സംബന്ധിച്ച് ഭയങ്കര ഹൈപ്പ് തന്നെയാണ്. ഇങ്ങനെ കേരള കളക്ഷൻ 30,50,00,000-ലേക്കാണ് ഇന്നലെ കൊണ്ട് എത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് കളക്ഷൻ നോക്കുവാണെങ്കിലും മികച്ച കളക്ഷൻ തന്നെ ഈ ചിത്രം നേടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. കർണാടകത്തിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കർണാടകത്തിൽ നിന്ന് 2,27,00,000-ലേക്ക് എത്തുന്നു. തെലുങ്കാനയിൽ നിന്ന് 3 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം 35 ലക്ഷത്തിലേക്ക് തെലുങ്കാന ആന്ധ്ര കളക്ഷൻ എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 15 ലക്ഷം കളക്ട് ചെയ്ത ചിത്രം 1,04,00,000-ലേക്ക് എത്തുന്നു. ഹിന്ദി ബെൽറ്റിൽ നിന്ന് 12 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. 1,14,00,000 ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തത് ഇന്ത്യ ഗ്രോഫായിട്ട് കളക്ട് ചെയ്തത് 4,10,00,000 ആണെങ്കിൽ ടോട്ടൽ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 35,30,00,000 രൂപയാണ്. അങ്ങനെ മികച്ച കളക്ഷൻ തന്നെ. കേരളത്തിൽ നിന്ന് ഇന്നലെ 3.5 കോടി കളക്ട് ചെയ്ത ചിത്രം ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം 60 ലക്ഷത്തോളം കളക്ട് ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് സർവമായ ഒരു മികച്ച കളക്ഷനിലേക്ക്, ഒരു 100 കോടിയിലേക്ക് അടിവെച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓവർസീസ് കളക്ഷൻ കൃത്യമായിട്ടുള്ള വിവരമാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം 31,70,00,000 രൂപയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഗ്രോഫ് 35,30,00,000-ലേക്ക് എത്തുന്നു. അങ്ങനെ ടോട്ടൽ 67 കോടിയിലേക്കാണ് ഈ ചിത്രം എത്തിയിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ അല്ലേ? 6-7 ദിവസം പിന്നിടുമ്പോൾ 67 കോടി എന്ന് പറയുന്നത് നിവിൻ പോളി ചിത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് 67 കോടി എന്നുള്ളത്. ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് വമ്പൻ കുതിച്ചേറ്റമാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോ പരിശോധിക്കുമ്പം 12,400 ടിക്കറ്റ് മണിക്കൂറിൽ ഈ സമയത്ത് വിറ്റുമാറുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നുകൊണ്ട് ഈ ചിത്രം ഏകദേശം 35 കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നുകൊണ്ട് ഏകദേശം 75 കോടി കളക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് നിവിൻ പോളി ചിത്രം വമ്പൻ കുതിച്ചുകയറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഇനിയും ബാക്കിയുള്ള 3 ദിവസം കൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. 100 കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ തിങ്കളാഴ്ച കൊണ്ട് 100 കോടി കടക്കുന്ന ഒരു ചിത്രമായിട്ട് നിവിൻ പോളിയുടെ സർവമായ മാറാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ വമ്പൻ കളക്ഷനുമായിട്ട് മുന്നേറുന്ന നിവിൻ പോളി ചിത്രം സർവമായ പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ, ബൈ.